ഇനി ആരാണ് കേരളം ഭരിക്കുന്നത് എന്നറിയാൻ പല ചാനലുകളും മാധ്യമങ്ങളും പല സർവേകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാതൃഭൂമി നടത്തിയ പ്രീ പോൾ സർവേയിൽ സംസ്ഥാനത്ത് LDFും UDFും തമ്മിൽ അതിശക്തമായ ഒരു പോരാട്ടമാണ് പ്രവചിക്കപ്പെടുന്നത്. 140 മണ്ഡലങ്ങളിലെ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ LDF 66 സീറ്റുകളിലും UDF 62 സീറ്റുകളിലും വിജയിക്കാനാണ് സാധ്യതയെന്ന് സർവേ പറയുന്നു. ഭരണത്തിന് ആവശ്യമായ 71 എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് രണ്ട് മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്തെ 12 മണ്ഡലങ്ങളിൽ അതിശക്തമായ പോരാട്ടം നടക്കുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത്. ഈ 12 മണ്ഡലങ്ങളിലെ വോട്ടർമാർ അവസാന ഘട്ടത്തിൽ എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനമായിരിക്കും കേരളത്തിൽ അടുത്ത സർക്കാർ ആര് ഉണ്ടാക്കണമെന്ന് നിശ്ചയിക്കുക. ഈ മണ്ഡലങ്ങളിൽ 10 എണ്ണത്തിൽ LDFും UDFും തമ്മിൽ നേരിട്ടാണ് മത്സരം നടക്കുന്നത്. 2 മണ്ഡലങ്ങളിൽ BJPയും ശക്തമായ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നു. സർവേ പ്രകാരം LDFിന് ഏകദേശം 32 മുതൽ 36 വരെ സീറ്റുകളിൽ ഇത്തവണ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതേസമയം UDF അവരുടെ ഇപ്പോഴത്തെ സീറ്റ് നില മെച്ചപ്പെടുത്തുകയും 20 സീറ്റുകൾ വരെ കൂടുതലായി നേടുകയും ചെയ്യുമെന്നാണ് സൂചനകൾ. UDFിന് അനുകൂലമായ ഒരു ട്രെൻഡ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണത്. സർവേയിൽ പറയുന്നത് വടക്കൻ കേരളത്തിൽ LDF 28 സീറ്റിലും UDF 26 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നുവെന്നാണ്. ഈ മേഖലയിൽ 6 മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. വടക്കൻ കേരളത്തിൽ LDFിന് നേരിയ മേൽക്കൈ ഉണ്ടെന്ന് തന്നെയാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. എന്നാൽ മധ്യ കേരളത്തിൽ എത്തുമ്പോൾ UDF വ്യക്തമായ മേൽക്കൈ നേടുമെന്നാണ് പറയുന്നത്. ഇവിടെ UDF 27 സീറ്റുകളിൽ മുന്നിലുള്ളപ്പോൾ LDF 21 സീറ്റുകളിലാണ് മുന്നിലുള്ളത്. വെറും 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് മധ്യ കേരളത്തിൽ ശക്തമായ മത്സരം പ്രവചിക്കപ്പെടുന്നത്. തെക്കൻ കേരളത്തിൽ LDF തന്നെയാണ് മുന്നേറ്റം നടത്തുന്നത്. ഇവിടെ LDF 20 സീറ്റുകളിലും UDF 15 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്നു. 4 മണ്ഡലങ്ങളിൽ അവിടെ ശക്തമായ പോരാട്ടം നടക്കും. തെക്കൻ കേരളത്തിൽ LDFിന് 5 സീറ്റുകളുടെ മേൽക്കോയ്മയാണ് പറയുന്നത്. അതിനൊപ്പം അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്ന ചോദ്യത്തിന് വോട്ടർമാർ നൽകിയ മറുപടിയിൽ പിണറായി വിജയനും VD സതീശനും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. പിണറായി വിജയനെ 27.85% ആളുകൾ പിന്തുണയ്ക്കുമ്പോൾ VD സതീശനെ 27.77% ആളുകൾ പിന്തുണയ്ക്കുന്നു. ഒരു ഒപ്പീനിയൻ പോളിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തമ്മിൽ ഇത്രയും കടുത്ത പോരാട്ടം അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടുമില്ല. മറ്റ് നേതാക്കളിൽ KK ശൈലജയ്ക്ക് 12.1%, രമേശ് ചെന്നിത്തലയ്ക്ക് 12.06% പിന്തുണയുണ്ട്. എന്നാൽ MV ഗോവിന്ദന്റെ പിന്തുണ വെറും 0.39% മാത്രമാണ്. 10 വർഷമായി സംസ്ഥാനം ഭരിച്ചതിന്റെ ഭരണവിരുദ്ധ വികാരം ഒരു വശത്തുണ്ടെങ്കിലും MLAമാർ ജനകീയരായത് ഇടതുമുന്നണിക്ക് പലയിടത്തും ഗുണകരമായി മാറുകയാണ്. MLAമാരുടെ പ്രകടനമാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ ഏറെ നിർണായകമായി മാറുന്നത്. പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹ്സിൻ 76.48% ജനപിന്തുണയാണ് നേടിയത്. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന് 76.43% പിന്തുണയുണ്ട്. കൂടാതെ പയ്യന്നൂരിൽ TI മധുസൂദനൻ, അഴീക്കോട് KV സുമേഷ് എന്നിവരും ശക്തമായ നിലയിലാണ്. ഈ മണ്ഡലങ്ങളിൽ LDF വിജയ സാധ്യത നിലനിർത്തുകയാണ്. UDFിൽ ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തലയാണ് ഒന്നാമൻ. 78.06% അദ്ദേഹത്തിന്റെ ജനപ്രീതി. പറവൂരിൽ VD സതീശൻ 70%, കുണ്ടറയിൽ PC വിഷ്ണുനാഥ് 70.58%. ഇങ്ങനെയാണ് മികച്ച നിലയിലുള്ള UDF MLAമാർ. ചില മണ്ഡലങ്ങളിൽ വലിയ രാഷ്ട്രീയ അട്ടിമറികൾ നടന്നേക്കും എന്നും സൂചനകളുണ്ട്. കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രനേക്കാൾ മുൻതൂക്കം UDFിനാണെന്ന് സർവേ പറയുന്നു. അതുപോലെ അരൂർ, കൊയിലാണ്ടി മണ്ഡലങ്ങളിൽ നിലവിലെ LDF MLAമാരെക്കാൾ കൂടുതൽ പിന്തുണ UDF നേടുകയും ചെയ്യുന്നുണ്ട്. നേമത്ത് LDFും NDAയും തമ്മിൽ അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. LDF 41.02% വോട്ട് നേടുമ്പോൾ NDA 39.8% വോട്ടുകളുമായി തൊട്ട് പിന്നാലെയുണ്ട്. കഴക്കൂട്ടത്തും NDA 35.77% വോട്ടുകളുമായി 2ാം സ്ഥാനത്ത് തന്നെയാണ്. ഇരു മുന്നണികളുടെയും പരമാവധി സാധ്യതകൾ നോക്കിയാൽ LDF 66 മുതൽ 77 സീറ്റുകൾ വരെയും UDF 62 മുതൽ 73 സീറ്റുകൾ വരെയും നേടിയേക്കാം. അതായത് ഇരു മുന്നണികൾക്കും തങ്ങളുടെ മികച്ച പ്രകടനത്തിലൂടെ ഭരണം പിടിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അല്പം മുൻതൂക്കം LDFിന് തന്നെയാണ്. അതായത് ഈ സർവേയും വിരൽ ചൂണ്ടുന്നത് 3ാം പിണറായി സർക്കാരിലേക്കാണ്. ഫെബ്രുവരി 16 മുതൽ 26 വരെയുള്ള സമയത്ത് ശേഖരിച്ച സാമ്പിളുകൾ അടിസ്ഥാനമാക്കിയാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്. അതിനുശേഷം നടന്ന വിവാദങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങൾ ഒന്നും തന്നെ ഈ സർവേയിൽ പ്രതിഫലിച്ചിട്ടില്ല. എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷൻ വലിയൊരു പോരാട്ടം തന്നെയായിരിക്കും. 10 വർഷം തുടർച്ചയായി ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം തന്നെയാണ് LDF നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. എന്നാൽ ഇതുവരെ പുറത്തു വന്ന സർവേ ഫലങ്ങൾ ഇടതുമുന്നണിക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ 3ാം തവണയും വിജയിക്കും എന്നൊരു ധൈര്യം കൂടെയാണ് സർവേ ഫലങ്ങൾ നൽകുന്നത്. കടുത്ത പോരാട്ടം നടക്കുന്ന 12 മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ തന്നെയാകും രണ്ട് മുന്നണികളുടെയും ഭാവി തീരുമാനിക്കുന്നത്.